റബീഉൽ അവ്വൽ മാസമായാൽ നമ്മുടെ നാട്ടിൽ ഖുത്ബ നടക്കുന്ന പള്ളികളിൽ അറബിയിൽ മാത്രം ഖുത്ബ നടത്തണം എന്ന് വാശി പിടിച്ചുകൊണ്ട് ആ അറബിയിൽ ഖുത്ബ നടക്കുന്ന പള്ളികളിൽ ഓതുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിന്റെ പേരാണ് നബാത്തിയ ഖുത്ബ കിതാബ് എന്ന്. ആ ഇബ്നു നബാത്തുൽ മിസ്രിയുടെ ആ ഖുത്ബ കിതാബ് എന്നെടുത്ത് മറിച്ചു നോക്കിയാൽ ഒരു മാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണതിൽ സ്വാഭാവികമായും ചർച്ച ചെയ്യുക. റമദാനിൽ നോമ്പിനെ കുറിച്ച് പറയും, അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജിനെ കുറിച്ച് പറയും. അങ്ങനെ ഒരു മാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ഖുത്ബ കിതാബിൽ പറയുന്നതെങ്കിൽ മാന്യ സഹോദരങ്ങളെ ഒന്ന് ചോദിച്ചു നോക്ക്, റബീഉൽ അവ്വലായാൽ എന്താ ഉസ്താദേ നമ്മുടെ ഖുത്ബയിലെ വിഷയം? എന്താ ഉസ്താദേ നമ്മുടെ ഖുത്ബയിലെ വിഷയം? എന്താ റബീഉൽ അവ്വൽ മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച പറയാനുള്ളത്? ഉസ്താദ് അതെ മിമ്പറിന്റെ സമീപത്തേക്ക് വന്ന് ഇതാ വെള്ളിയാഴ്ച ദിവസം നന്നായി ഒരുങ്ങി വലിയൊരു കോട്ടിട്ട് അതിന്റെ മുന്നിൽ സനത് കുപ്പായമിട്ട് നല്ലൊരു തലപ്പാവ് ധരിച്ച് അങ്ങനെ മിമ്പറിലേക്ക് കയറി ആ വാലെടുത്ത് ഇങ്ങനെ കുത്തി അങ്ങനെ ഒരു വേലിത്തമ്പി തിളവ് നിൽക്കുന്ന കോലത്തിൽ അങ്ങനെ നിന്നുകൊണ്ട് തന്റെ കയ്യിലേക്ക് ആ കിതാബ് എടുത്ത് നോക്കുമ്പോ റബീഉൽ അവ്വൽ മാസത്തെ ഒന്നാമത്തെ ഖുത്ബ മറിക്കുമ്പോ അതിന്റെ ഹെഡിങ്ങിൽ തന്നെ കാണുന്നു ഇന്ന് ചർച്ച ചെയ്യുന്നത് വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ വഫാത്തിനെ കുറിച്ചാണ് ചർച്ച എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ഇതാ ജനങ്ങളോട് വിളിച്ചു പറയുന്നു എന്ത്? അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, ഓ ജനങ്ങളെ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ. ഇന്നഹു ലൈസ അഹദുൻ അക്രമ അലല്ലാഹി മിൻ നബിയിഹി വലാ അശ്റഫ ഇൻദഹു മിൻ മുഹമ്മദിൻ നജിയിഹി വസഫീഹി വഇന്നഹു ലം യുഅഖർ ഇൻദ ഇൻഖിലാഇ മുദ്ദതിഹി വലം യുഅമ്മർ ഇൻദ ഹുലൂരി നഇയതിഹി. ഓ ജനങ്ങളെ, മുഹമ്മദ് നബിയേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളും തന്നെയില്ല, അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള ഒരാളും തന്നെയില്ല, അല്ലാഹുവിന്റെ അടുക്കൽ പ്രത്യേകക്കാരനായ ഒരാളും തന്നെയില്ല. പക്ഷേ ആ പ്രവാചകന്റെ ആയുസ് എത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയുസ് നീട്ടിക്കൊടുത്തിട്ടില്ല ജനങ്ങളെ, ആ ആയുസ് അല്ലാഹു ദീർഘിപ്പിച്ചിട്ടില്ല ജനങ്ങളെ. വലഖദ് അതാഹു ഫീ മിസ്ലി ശഹരികും ഹാദാ മിർ റുസുലി റബ്ബിഹിൽ കിറാം അൽ മുവക്കലീന ബിഖബ്ലി നുഫൂസിൽ അനാം. വെള്ളിയാഴ്ച തന്റെ മുന്നിൽ വന്നിരിക്കുന്ന യാക്കൗമിനോട് ഉസ്താദ് പറയുകയാണല്ല ജനങ്ങളെ, വലഖദ് അതാഹു ആ പ്രവാചകനെ സമീപിച്ചു ഫീ മിസ്ലി ശഹരികും ഹാദാ ഇതുപോലൊരു മാസത്തിൽ, ഏതുപോലെ റബീഉൽ അവ്വൽ മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയാ പറയുന്നത്, ഇതുപോലെ റബീഉൽ അവ്വൽ മാസത്തിൽ ആ പ്രവാചകനെ സമീപിച്ചു. ആരിമിർ റുസുലി റബ്ബിഹിൽ കിറാം, അതേ റബ്ബിന്റെ ആദരണീയരായ ദൂതന്മാർ ആ പ്രവാചകനെ സമീപിച്ചു. എങ്ങനെയുള്ള ദൂതന്മാർ? അൽ മുവക്കലീന ബിഖബ്ലി നുഫൂസിൽ അനാം, സൃഷ്ടികളുടെ ആത്മാക്കളെ ഏറ്റെടുക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ആ മലക്കുകൾ പ്രവാചകനെ സമീപിക്കുകയായി. എന്നിട്ടോ ആ മലക്കുകൾ വന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹിനെ എടുക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹിക്ക് അസഹ്യമായ വേദന അനുഭവപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രകടിപ്പിക്കുകയാണ്. പ്രവാചകന്റെ വിഷമം കാണുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അവിടെയുണ്ട്, കുടുംബക്കാരവിടെയുണ്ട്. അവർ അസ്വസ്ഥത പ്രകടിപ്പിക്കുമ്പോ വലാ റാഖബൽ മലകു ഫീഹി അഹ്ലൻ വലാ അശീറാ, ഒരിക്കലും അവിടെ റൂഹിനെ പിടിക്കാൻ വന്ന മലക്കുകൾ ആ കുടുംബക്കാരെ നോക്കിയില്ല, അടുത്ത ബന്ധുമിത്രാദികളെ നോക്കിയില്ല. ബലിം തസലമാ കാന ബിഹി മഅ്മൂറാ, അല്ലാഹു എന്താണോ തങ്ങളോട് കൽപ്പിച്ചത് അതപ്രകാരം തന്നെ മലക്കുകൾ പ്രവർത്തിച്ചു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവിനെ ഏറ്റെടുത്തു. ആ പുന്നാര നബി വഫാത്തായ മാസമാണ് ജനങ്ങളെ ഈ റബീഉൽ അവ്വൽ എന്ന്. ആ വെള്ളിയാഴ്ച മിമ്പറിന്റെ മുകളിൽ നിന്നും ഉച്ചത്തിൽ ഈണത്തിൽ ഓതിപ്പറഞ്ഞ ഉസ്താദ് ഇതൊക്കെ പറഞ്ഞിട്ടും ഖൗമ് അനങ്ങുന്നില്ല. എല്ലാരും ഇങ്ങനെ ഇരിക്കാണ്. ചിലർ കോട്ടുവായിട്ടുണ്ട്, ചിലരിങ്ങനെ കുരിഞ്ഞിരിക്കുന്നുണ്ട്, ചിലരിങ്ങനെ ഉറങ്ങാൻ പോണുണ്ട്, ഉറക്കി തൂങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആകെ ആരും ശ്രദ്ധിക്കുന്നില്ല. കാരണം എന്താ? ഇത് ഓതിയ മുഹിലർക്ക് ഇത് കാര്യമായിട്ട് മനസ്സിലായിട്ടില്ല, ഖൗമിനും മനസ്സിലായിട്ടില്ല. അപ്പൊ ഉസ്താദ് ചോദിക്കാൻ എന്ത്? ഫയാ ഖലഫ മൻ ഖദ് ദസർ വയാ ബഖിയത മൻ നബർ വയാ ഉസറാ അൽ ഹവാ വയാ ഖുറനാ അൽ ഫനാ വയാ അബീദൽ ആജാൽ വയാ അബീദൽ ആമാൽ. ഉസ്താദ് മുന്നിൽ ഖൗമിനെ വിളിക്കണം എന്ത്? ഓ നശിച്ചവരുടെ പിൻഗാമികളെ,
വയാ ബഖിയത മൻ അബർ, കഴിഞ്ഞു പോയവരുടെ ശിഷ്ടമേ, വയാ ഖുറനാ അൽഫനാ, നാശത്തിന്റെ കുടുംബക്കാരെ, നാശത്തിന്റെ സുഹൃത്തുക്കളെ, വയാ അദീദൽ ആജാൽ, നാളുകൾ എണ്ണപ്പെട്ടവരെ, വയാ അബീദൽ അമാൽ, ഓ കൊതിയുടെ അടിമകളെ, കൊതിയന്മാരെ. ആരോടാ? മുന്നിലിരിക്കുന്ന കൗമിനെ വിളിച്ചിട്ട് ചോദിക്കാണ്, കൊതിയന്മാരെ എന്ന് വിളിച്ചിട്ട് ചോദിക്കാണ്. എന്ത്? അമാ തത്തഇലൂന ബിമസ്റഇ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുൽ മുർസലീൻ, സയ്യിദുൽ മുർസലായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം നിങ്ങൾക്കൊരു പാഠമല്ലേ ജനങ്ങളെ? നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വാളല്ലേ ജനങ്ങളെ? മിമ്പറിന്റെ മുകളിൽ നിന്ന് ഉസ്താദ് ചോദിക്കാണ്, ഓ ജനങ്ങളെ, മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ വഫാത്ത് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കൊരു പാഠമല്ലേ? എങ്കിൽ നിങ്ങൾ അറിയണം, ഇതുപോലെ റബീഉൽ അവ്വൽ മാസത്തിലാണ് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. ഇതുകൊണ്ട് കഴിഞ്ഞോ? ഇല്ല. അപ്പൊ ആളുകൾ ചിന്തിക്കും, എന്ത്? അത് മൗലവി റബീഉൽ അവ്വൽ 12-നാണ് നബി ജനിച്ചത്. അപ്പൊ അടുത്ത വെള്ളിയാഴ്ച, ഒന്നാമത്തെ വെള്ളിയാഴ്ച ഒന്നും ഉണ്ടാവൂല, അടുത്ത വെള്ളിയാഴ്ച ചർച്ച. ശരി, പഴയതുപോലെ ഉസ്താദ് വന്നു മിമ്പറിൽ കയറി ഖുത്ബ കിതാബ് എടുത്ത് നിവർത്തി നോക്കുമ്പോ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലും ഹെഡിങ്ങിൽ കാണാം വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ വഫാത്ത് തന്നെയാണ് ഇന്നത്തെയും ചർച്ച. എന്നിട്ട് ഉസ്താദ് ഓതുകയാണ്, വലൗ റദഅൽ മൗത ശറഫുൻ നസീൽ വലൗ ദഫൽ ഖദറ ഖദറുൻ ജലീൽ ഔ മനൽ ഹദറ വജ്ഹുൻ ജമീൽ ലകാന അവ്വല നാജിൻ ലികമാലി ഫളലിഹിർ റസൂൽ. അള്ളാഹുവിന്റെ അടുക്കലുള്ള അത്യുന്നതമായ സ്ഥാനം കൊണ്ട്, അതല്ലെങ്കിൽ സുന്ദരമായ മുഖം കൊണ്ട്, അല്ലെങ്കിൽ ഉന്നതമായ പദവി കൊണ്ട് ആപത്തുകളെ തടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, മരണത്തെ തടുത്തു നിർത്താൻ കഴിയുമായിരുന്നെങ്കിൽ, ലകാന അവ്വല നാജിൻ ലികമാലി ഫളലിഹിർ റസൂൽ, ഇപ്പറയപ്പെട്ട മുഴുവൻ വിശേഷണങ്ങളും പൂർത്തിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു ജനങ്ങളെ. മുഹമ്മദ് നബി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു ജനങ്ങളെ. എന്നിട്ട് രണ്ടാമത്തെ വെള്ളിയാഴ്ച ഉസ്താദ് പറയാ, ഓ ജനങ്ങളെ, നിങ്ങളുടെ പുന്നാര നബി വഫാത്തായത് ഫീ മിസ്ലി ശഹരിക്കും ഹാദാ അജലുഹു, ആ പ്രവാചകന്റെ ആയുസ് പൂർത്തിയായത് ഇതുപോലെ റബീഉൽ അവ്വൽ മാസത്തിലാണ് ജനങ്ങളെ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ മരണത്തിന്റെ പാശങ്ങൾ മുറുകെ പിടിച്ചു. പ്രവാചകന് വളരെ ശക്തമായ വേദന അനുഭവപ്പെട്ടു എന്ന് മാത്രമല്ല, വറസഹൽ ജബീനുൽ കർബിസ്, പ്രവാചകനുണ്ടായ വേദന കൊണ്ട് മുത്തുനബിയുടെ നെറ്റിത്തടം പോലും വീർത്തുപോയി ജനങ്ങളെ. വആദന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ഫിറാഖ്, അവിടെ കൂടിയ തന്റെ അനുചരന്മാരോട്, തന്റെ കുടുംബത്തോട് റസൂൽ അറിയിക്കുകയാണ്, വേർപാടിനെ കുറിച്ച് പറയുകയാണ്. റസൂൽ യാത്ര ചോദിക്കുകയാണ്, എന്റെ അവസാന നിമിഷങ്ങളാണിതെന്ന് തന്റെ ബന്ധുമിത്രാദികളോട് പ്രവാചകൻ പറയുമ്പോ, ഫനാദതുഹു താഹിറത്തുൽ ബത്തൂൽ വൽ ഖലിഖത്തു റസൂലുള്ളാഹിയുടെ പുന്നാര മകളായ സംശുദ്ധയായ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിയോട് പറയുകയാണ്, വാ കർബാ ലികർബിക യാ അബാ, ഓ പ്രവാചകരെ, അങ്ങയുടെ ഈ പ്രയാസം എന്നെ അങ്ങേറ്റം വേദനിപ്പിക്കുന്നുണ്ട് നബിയേ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ എന്ന് പുന്നാര മകൾ പ്രവാചകനോട് പറയുമ്പോ, ഫാജാബഹ സല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് വദ്ദഅഹാ ബിലംനിഹാ ഇലൈഹി, തന്റെ പുന്നാരമകളെ മാറോടടുപ്പിച്ചുകൊണ്ട് എന്റെ കലലിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്ന് പറഞ്ഞ ആ പുന്നാര മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ അവസാന സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മകളോട് പറയുന്നു, പൊന്നുമോളെ, ലാ കർബാല അബീകി ബഅദൽ യൗം, ഉപ്പയുടെ അവസാന നിമിഷങ്ങളാണ്, ഇനി ഉപ്പക്ക് വേദനയില്ല മകളെ, ഉപ്പക്ക് ദുഃഖമില്ല മകളെ, ഉപ്പക്ക് വേറൊരു വേദനയും അനുഭവിക്കാനില്ല മകളെ, ഉപ്പയുടെ അവസാനത്തെ വേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് മകളെ ആശ്വസിപ്പിക്കുമ്പോ, വഖാലൽ ഹസനു വൽ ഹുസൈനു വാജദ്ദാ, റസൂലുള്ളാഹിയുടെ പേരക്കുട്ടികളായ, റസൂലുള്ള തോളിലേറ്റി കളിപ്പിച്ച, റസൂലുള്ള സുജൂദ് ചെയ്യുമ്പോ പോലും റസൂലുള്ളാഹിയുടെ മുതുകത്ത് കയറിയിരിക്കാൻ ഭാഗ്യം കിട്ടിയ ആ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ അവര് പൊട്ടി കരയുകയാണ്. വാജദ്ദാ, ഓപ്പാ ഓപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കരയുകയാണ്. വഖാലത്ത് ആയിഷ യാ അബാ ഖാസിമാ, അഷ്റഫുൽ ഹൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഭാര്യയായിരുന്ന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ അവരിതാ വീണ്ടും പൊട്ടിക്കരയുന്നു, ഓ അബൂ ഖാസിമ എന്ന് പറഞ്ഞുകൊണ്ട്.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ രംഗങ്ങൾ വിശദീകരിച്ചിട്ട് പള്ളിയുടെ മിമ്പറിൽ നിന്ന് ഖതീബ് തന്റെ മുന്നിലിരിക്കുന്നവരോട് ചോദിക്കുകയാണ്, എന്ത്? ഫഅയ്യു നജീബിൻ അലൈഹി മർതഫ വഅയ്യു തർഫിൻ അലൈഹി മാതമ വഅയ്യു ഹുസ്നിൻ ലിഫഖദിഹി മത്തസ. എന്താ ഉസ്താദ് ചോദിച്ചത്? എന്താ ഉസ്താദ് ചോദിച്ചത്? ഇതൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ തലയും കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഉസ്താദ് ചോദിക്കുന്നു, ആർക്കാണോ ഇന്ന് നേരെ ഇരിക്കാൻ കഴിയാത്തത്? എന്താ എല്ലാരും തല ഉരിച്ചിരിക്കണത്? എന്താ ഇങ്ങോട്ട് നോക്കാത്തത്? തല ഉയർത്താതിരിക്കാൻ ആർക്ക് കഴിയും? ഏത് കണ്ണാണെന്ന് കരയാതിരിക്കുക? ഏത് കണ്ണാണെന്ന് കരയാതിരിക്കുന്നത്? ഏതൊരുത്തനാണ് ഇന്ന് ദുഃഖിക്കാതിരിക്കാൻ കഴിയുന്നത്? ഇന്ന് വേദനിക്കാതിരിക്കാൻ കഴിയുന്നത്? ഇന്ന് മാനസികമായി പ്രയാസമനുഭവിക്കാതിരിക്കാൻ കഴിയുന്നവൻ ആരാണോ? ആരാ ചോദിക്കുന്നത്? മിമ്പറിന്റെ മുകളിൽ നിന്ന് ഉസ്താദ്. മാന്യ സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, പള്ളി മിമ്പറിൽ നിന്ന് അറബിയിൽ ഉസ്താദ് ജനങ്ങളോട് ചോദിക്കുകയാണ്, അല്ലടോ, ഇന്നേ ദിവസം ദുഃഖിക്കാതിരിക്കാൻ ആർക്കാണ് കഴിയുന്നത്? ഇനി നിങ്ങളൊന്ന് ചിന്തിക്ക്, ഇതാണോ നമ്മുടെ ഉസ്താദിന്റെ വായി നമ്മൾ കേട്ടത്? റബീഉൽ അവ്വലായപ്പോൾ മുജാഹിദുകളുടെ വായിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഉസ്താദിന്റെ വായിൽ നിന്ന് കേട്ടതോ അങ്ങ് വടക്ക് പടിഞ്ഞ മക്ക എന്നൊരു ദേശത്ത് റബീഉൽ അവ്വൽ 12 പിറന്നു താഹാ മുത്ത് റസൂൽ. അതുകൊണ്ട് ഫബിദാലിക ഫല്യഫ്റഹു, സന്തോഷിച്ചോളൂ, സന്തോഷിച്ചോളൂ, ആനന്ദിച്ചോളൂ, സന്തോഷിച്ചോളൂ. അല്ലേ? അതല്ലേ പറഞ്ഞത്? ഇവിടെയാണ് വ്യത്യാസം, ഇവിടെയാണ് വ്യത്യാസം. ഞങ്ങൾക്കറിയാം, ഇനി നാളെ മുജാഹിദുകൾക്ക് മറുപടി പറയാൻ വന്നാൽ, അങ്ങനെ വരുന്നവർക്ക് സ്വാഗതം. കാരണം അവർ വന്നാലേ മുജാഹിദിൽ വളരും. ഈ വല്ലപ്പുഴയിൽ വല്ല മുജാഹിദ് ഉണ്ടായിരുന്നു ഇല്ലല്ലോ. ഇങ്ങനെ ഓരോ സാധനങ്ങൾ വരും. അപ്പൊ നമ്മളിങ്ങനെ മറുപടി പറയും, ബോധമുള്ളവൻ കേൾക്കും, നന്നാവും. അങ്ങനെ മാറ്റം ഉണ്ടാവും. അപ്പൊ മറുപടിയാണ് ആവശ്യം, ഉത്തരമാണ് ആവശ്യം. പലവി സക്കാഫി ചോദിക്കണം, എന്താ നിങ്ങളും മുജാഹിദായോ? പുറകെ മൂപ്പർക്കും വരാനാടേ, എല്ലാരും ആകണമെങ്കിൽ പിന്നെ നമ്മളും ആകാം. അപ്പൊ ഇത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഈ രൂപത്തിൽ നാളെ മറുപടി പറയാൻ വന്നാൽ ഇവരെന്താ പറയുന്നറിയോ? അല്ല മൗലവി, ഞങ്ങളുടെ ഇമാമിങ്ങൾ ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താ മറുപടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദുഃഖിക്കേണ്ടതില്ലാതെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദുഃഖിക്കേണ്ടതില്ലാതെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാമിങ്ങൾ